ദൈവത്തിന് മഹത്വം. യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവും പ്രവചന പഠനം 246 ഭാഗത്തേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. തുടർന്നെടുക്കുന്ന ക്ലാസ് മലാക്കി പ്രവാചകൻ കഴിഞ്ഞു. ഇനി മലാക്കി പ്രവാചകൻ മുതൽ യോഹന്നാൻ സ്നാപകൻ വരെയും ഏകദേശം 400 വർഷത്തെ ചരിത്രമാണ്. അതിന് പറയുന്ന പല പേരുകളുണ്ട്. ഇടക്കാല പീരീഡ് എന്ന് പറയുന്നുണ്ട്, അന്ധകാര യുഗമെന്ന് പറയുന്നുണ്ട്, ഇന്റർ ടെസ്റ്റ്മെന്റ് പീരീഡ്, അങ്ങനെ പല പേര് പറയുന്നു. നമ്മൾ കൂടുതലും ഈ പേരിലെ അന്ധകാര യുഗമെന്നാ പറയുന്നത്. ഈ കാലയളവിലെ ഒരുപാട് സംഘടനകളെ, ഒരുപാട് ദുരുപദേശങ്ങൾ എഴുന്നേക്കാൻ സാധിച്ചു. കൃപ നഷ്ടപ്പെടുമ്പോൾ, കൃപ പോകുമ്പോഴാണ് ദുരുപദേശക്കാരെ പൊന്തി വരുന്നത്. നമ്മുടെ ഈ കാലയളവിലെ കണ്ടമാനം ദുരുപദേശക്കാര് പൊങ്ങി വരുന്നുണ്ട്. പാവപ്പെട്ട ദൈവമക്കൾക്ക് അത് മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാ. കുറച്ചു കഴിയുമ്പോഴാണ് പിടികിട്ടുന്നത്. അപ്പോഴത്തേക്ക് വേറൊരു ദുരുപദേശം വരികയും ചെയ്യും. ഈ അന്ധകാര യുഗത്തിൽ ഉടലെടുത്തായ ഒരു സംഘടനയാണ് ന്യായാധിപ സംഘം. അത് യഹൂദന്മാരുടെ ഇടയിൽ യഹൂദന്മാരെ ശിക്ഷിക്കുന്നതിന് വേണ്ടിയും ഭരണം നടത്തുന്നതിന് വേണ്ടിയും ദൈവവചനത്തിൽ ഇല്ലാത്ത ഒരു സംഘടനയാണ് സന്നിധി സംഘം. ഇത് യഹൂദന്മാരുടെ ഇടയിലെ ഒരു വലിയ കോടതി തന്നെയാണ്. അത് കൊല്ലുവാൻ വരെയും ഇവർ അധികാരം ഉണ്ടാക്കി. ഇതിന്റെ അധ്യക്ഷനായിരിക്കുന്നത് മഹാപുരോഹിതൻ ആയിരിക്കും. 72 മെമ്പേഴ്സാണ് സന്നിധി സംഘത്തിലുള്ളത്. പുരോഹിത ഗണത്തിൽപ്പെട്ട 24, ശാസ്ത്രിമാരിൽ നിന്നും 24, മൂപ്പന്മാര് 24, അങ്ങനെ 72 അംഗങ്ങളുള്ളതായ ഒരു സംഘടനയാണ് സന്നിധി സംഘം എന്ന് പറയുന്നത്. നമ്മുടെ കർത്താവ് യേശുവിന്റെ കാലത്തും അവർ സജീവമായിരുന്നു. നമ്മുടെ ഇവിടുത്തെ കോടതിയൊക്കെ ഞായറാഴ്ച അവധിയായതുപോലെ അവര് ശനിയാഴ്ച അല്ലെങ്കിൽ ശബത്ത് ദിവസം അവധിയായിരിക്കും. ഒരു വേലയും ചെയ്യാൻ പാടില്ല. ഇത്ര ദൂരം മാത്രം യാത്ര ചെയ്യാനേ പറ്റുള്ളൂ. അതിൽ കൂടുതലാണെങ്കിൽ ശിക്ഷ കിട്ടും. ഒരു വേലയും ചെയ്യിപ്പിക്കുകയില്ല. അതായിരുന്നു ഈ ശബത്ത് എന്ന് പറയുന്ന ആ ദിവസം കോടതി അവധിയാണെന്ന് നേരത്തെ ഓർപ്പിച്ചതുപോലെ ഇവർക്ക് യഹൂദന്മാരെ കൊല്ലുവാൻ വരെയുള്ള അധികാരം ഇവരെ കൊണ്ടാക്കി. മത്തായി സുവിശേഷം 26 അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ മഹാപുരോഹിതന്മാരും ജനത്തിന് മൂപ്പന്മാർ യേശുവിനെ ഉപായത്തിൽ പിടിച്ച് കൊല്ലുവാൻ ആലോചിച്ചു എങ്കിലും ചിലപ്പോൾ ജനത്തിൽ കലഹമുണ്ടാകും എന്ന് മനസ്സിലാക്കി അവർ മാറ്റിവെച്ചു. മത്തായി സുവിശേഷം 26 അധ്യായത്തിന്റെ 57-ാമത്തെ വാക്യം മുതൽ നമുക്കറിയാമല്ലോ, യൂദ ഇസ്കറിയോത്ത ഒറ്റിക്കൊടുത്തു യേശുവിനെ സന്നിധി സംഘത്തിൽ. അന്നേരത്തെ മഹാപുരോഹിതനായിരിക്കുന്ന കയ്യാഫായുടെ അടുക്കലും ശാസ്ത്രിമാരും മൂപ്പന്മാരും ഇരുന്നിടത്തെ നമ്മുടെ കർത്താവിനെ കൊണ്ടുവന്നു. ഇവരെ ശിക്ഷിക്കണമെങ്കിൽ സാക്ഷികൾ വേണം. പക്ഷെ നല്ല സാക്ഷികളെ ഒന്നും കിട്ടിയില്ല. കള്ളസാക്ഷികളെ കൊണ്ടുവന്നു. അവിടെ പറയുന്നത് പലരും വന്നിട്ട് പറ്റിയില്ല. അങ്ങനെ ഇരിക്കുമ്പോ എവിടുന്നോ 2 പേരെ കൊണ്ടുവന്നു, 2 കള്ളസാക്ഷികളെ കൊണ്ടുവന്നു. അവര് പറഞ്ഞു, ഇവരൊരിക്കൽ പ്രസംഗിച്ചപ്പം ഞങ്ങൾ കേട്ടു,
ഈ മന്ദിരം പൊളിപ്പീൻ, ഞാൻ 3 നാൾ കൊണ്ട് പണിയാവെന്ന് പറഞ്ഞു. അതൊന്നും കല്ലെറിഞ്ഞു കൊല്ലാൻ പറ്റിയ കേസൊന്നുമല്ല. കാരണം യേശു പല കാര്യങ്ങൾ പ്രസംഗിച്ച കൂട്ടത്തില് താനിത് പറഞ്ഞു, യാഥാർത്ഥ്യമാണ്. അത് ഇവര് ഹാജരാക്കി. ഒന്നുകൂടെ നമ്മളൊന്ന് മനസ്സിലാക്കി. ഇന്നത്തെ ഈ സോഷ്യൽ മീഡിയക്കാരില്ലേ, ആരെങ്കിലും ഒന്ന് പ്രസംഗിച്ചു കഴിഞ്ഞാൽ അതിനകത്തെ ആ വാക്കുകൾ മാത്രം എടുത്ത് അടുത്ത വാട്സപ്പിനകത്തോ ഫേസ്ബുക്കിനകത്തോ അവർ കൊട്ടിഘോഷിക്കുന്ന സ്വഭാവം ഇന്ന് നമ്മുടെ ഇവിടെ ഉണ്ട്. ഈ മഹാപുരോഹിതനെ ഒന്നും കിട്ടാതെ ചോദിച്ചു, നീ ഈ കാര്യത്തിൽ മിണ്ടാതിരിക്കുന്നത് എന്താണെന്ന്. കള്ളസാക്ഷികളെ പറഞ്ഞു, മന്ദിരം പൊളിച്ച് 3 നാളോട് പണിയെന്ന് പറഞ്ഞത് നീ മിണ്ടാതിരിക്കുക ചോദിച്ചു. പല കാര്യങ്ങള് ഈ മഹാപുരോഹിതൻ ശക്തിയോട് ചോദിക്കുന്നുണ്ട്. യേശു അവന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ഞാനാകുന്നു ആകാശമേഘങ്ങളെ വാഹനമാക്കി ഞാൻ വരുമെന്ന് പറഞ്ഞു. ഈ ഉത്തരം കേട്ട ഉടനെ ഈ മഹാപുരോഹിതൻ ചാടി എഴുന്നേറ്റു. അവന് വസ്ത്രം പിടിച്ചു കീറി. ഇനിയും ന്യായാധിപ സംഘത്തിന് തൊടാൻ പറ്റിയില്ല. കാരണം ഔദ്യോഗിക വസ്ത്രം ഇവൻ തന്നെ വലിച്ചു കീറി. ന്യായാധിപ സംഘത്തിന് യേശുവിനെ തൊടാനായിട്ട് പറ്റാത്ത ഗതികേട് മഹാദൈവത്തിന് മുമ്പിലുണ്ടായി. കാരണം ഒറിജിനൽ മഹാപുരോഹിതനാകാൻ പോകുന്ന യേശുക്രിസ്തു, ഇപ്പോഴല്ല ആകാൻ പോകുന്ന യേശുക്രിസ്തുവിന്റെ മുമ്പിൽ ഈ മഹാപുരോഹിത ശുശ്രൂഷ ഇവിടെ അവസാനിച്ചു. ഇന്ന് കാണുന്ന മഹാപൗരോഹിത്യ ശുശ്രൂഷ എന്ന് പറയുന്നതും പുരോഹിത ശുശ്രൂഷ എന്ന് പറയുന്നതും പുതിയ നിയമമായിട്ട് ഒരു ബന്ധമില്ല. പഴയ നിയമകാലത്തൊരു പുരോഹിതനാകണമെങ്കിൽ ലേവിയ ഗോത്രത്തിൽപ്പെട്ടവൻ ആയിരിക്കണം. അത് പറഞ്ഞ് ഞാൻ ആ ഭാഗം അവിടെ നിർത്തുന്നു. ഈ സന്നിധി സംഘത്തിൽ രക്ഷിക്കാൻ പറ്റാഞ്ഞതുകൊണ്ട് നേരെ പീലാത്തോസിന് മുമ്പിൽ വിടാൻ കാരണം ഇദ്ദേഹത്തിന്റെ വസ്ത്രം, ഔദ്യോഗിക വസ്ത്രം വലിച്ചു കീറി. ഇനി ഒന്നും ചെയ്യാൻ പറ്റാതായി. ഇനിയും സ്തെഫാനോസിനെ പറ്റി ചിന്തിക്കാം. സ്തെഫാനോസിനെ കൊല്ലുവാൻ ന്യായാധിപ സംഘം ഒരുമിച്ച് കൂടി. തന്റെ പ്രസംഗമൊക്കെ നമുക്കറിയാവുന്നതാണല്ലോ. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം 1-ാമത്തെ വാക്യം, അവരെ കൊല്ലുവാൻ ശൗലിന്റെ സമ്മതം വേണ്ടിയിരുന്നു എന്ന് പറഞ്ഞാൽ ഒപ്പ് വേണമായിരുന്നു. സന്നദ്ധി സംഘത്തിലെ ഒരുത്തന്റെ ഒപ്പ് വേണം ഒരാളെ കൊല്ലാൻ വേണ്ടി. ഈ സന്നദ്ധി സംഘത്തിലെ ഒരു കുറ്റവാളിയെ കൊല്ലുന്നത് കഴുകുമരത്തെ കയറ്റിയോ ക്രൂശെ കയറ്റിയോ വാളുകൊണ്ട് മുറിച്ചോന്നുമല്ല, പരസ്യമായി കല്ലെറിഞ്ഞു കൊല്ലുക എന്നുള്ളതായ ദൗത്യമാണ് അവരുടെ ഏറ്റവും വലിയ ശിക്ഷയ്ക്കെടുക്കുന്ന പ്രയോഗം. അങ്ങനെ സ്തെഫാനോസിനെ അവർ കല്ലെറിയാൻ തുടങ്ങി. കല്ലേറ് കൊണ്ട് താൻ താഴെ വീഴുന്നു, താനെ മുട്ടടിക്കുന്നു, മേൽപോട്ട് നോക്കി. അപ്പോസ്തല പ്രവൃത്തി 7-ാം 56-ാമത്തെ വാക്യം, നോക്കിയപ്പോൾ ഇതാ സ്വർഗം തുറന്നിരിക്കുന്നു, പിതാവിന്റെ വലത്തുഭാഗത്ത് പുത്രൻ എഴുന്നേറ്റ് നിൽക്കുന്നു. അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നു, പിതാവിന്റെ വലത്തുഭാഗത്തെ പുത്രൻ നിൽക്കുന്നു. കാരണം 1-ാമത്തെ രക്തസാക്ഷിയായിരിക്കുന്ന ദൈവദാസനെ സ്വീകരിക്കുവാൻ പിതാവിന്റെ വലത്തുഭാഗത്ത് കർത്താവ് യേശു നിന്നു. അവന്റെ അവസാന വാക്കുകളായിരുന്നു, ഇവരുടെ പാപം ഇവരുടെ മേൽ നിർത്തരുതേ. ഇതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഈ സന്നദ്ധി സംഘം അന്ധകാര യുഗത്തിൽ ഉണ്ടായിരുന്ന ഒരു സംഘടനയാണ് എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കുകളോട് അവസാനിപ്പിക്കും. തുടർന്നും അന്ധകാര യുഗത്തിലെ ചില കാര്യങ്ങൾ പറയാൻ താല്പര്യപ്പെടുന്നു. നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. പോകുവാൻ തയ്യാറാകുക. ഭാരതത്തിൽ വലിയ ഉണർവുണ്ടാകും. നിങ്ങളും അതിന്റെ അംഗമാകൂ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.